എന്ത് മനോഹരമാണല്ലേ തെങ്കാശി കാണാൻ. തെങ്കാശിയിൽ ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരുപാട് ഹിഡൻ സ്പോട്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ ഗ്രാമങ്ങൾ തന്നെയാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഞങ്ങൾ അങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പെട്ടു. വണ്ടിക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ നമ്മളൊന്ന് കറങ്ങി എത്തിപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു കുളം. അതായത് അവിടുത്തെ അവിടുത്തെ നാട്ടുകാർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു കുളമാണ്. അപ്പോൾ അവിടെ ആൾക്കാർ പാത്രം കഴുകുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, നനയ്ക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു മീറ്റിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു അത്. പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് പാടവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആ പാടത്തൂടെ നടന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നല്ലൊരു ജമന്തിപ്പാടം. അങ്ങനെ ഒരുപാട് എക്സ്റ്റെൻസീവായിട്ടൊന്നും ജമന്തി പാടമായിട്ടില്ല, പക്ഷേ കുറച്ച് ഏരിയയിൽ അവർ വളരെ വൃത്തിക്ക് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടത്. അധികം ടൂറിസ്റ്റൊന്നും വരാത്തൊരു സ്ഥലമാണെന്ന് പിന്നെ മനസ്സിലായി. കാരണം അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും നന്നായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ മുതലെടുത്തു. നല്ലോണം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതോടൊപ്പം തന്നെ മറ്റ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഇത് ജമന്തിപ്പാടമല്ലാതെ തന്നെ പല ലെയർ ആയിട്ട് പല കൃഷികളുണ്ട്. അതായത് വെള്ളരിക്കുണ്ട്, തക്കാളിയുണ്ട്, അതുപോലെ തന്നെ മല്ലിയിലയുടെ മണം സഹിക്കാൻ വയ്യട്ടോ, ഒരു രക്ഷയില്ല. ഓരോ കാറ്റടിക്കുമ്പോഴത്തേക്കും നല്ല മണമാണ്. അതുപോലെ തന്നെ ഇനി തെങ്കാശിക്ക് പോകുമ്പോൾ ഇതുപോലുള്ള ഗ്രാമങ്ങളിലേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടു നോക്കൂ, സൂപ്പറായിരിക്കും.